ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം LDF-ൽ ഉണ്ടാവുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ടു പോക്കിനെതിരെ പ്രതിഷേധവും സമ്മർദ്ദവും തുടർന്നിരുന്ന CPI ഒടുവിൽ വഴങ്ങുകയാണ്. CPIയുടെ രാഷ്ട്രീയ തീരുമാനത്തിന് പിന്നാലെ PM ശ്രീ പദ്ധതിയിൽ മുന്നോട്ട് പോക്കില്ല എന്ന് CPM പ്രഖ്യാപിച്ചതോടുകൂടിയാണ് സമവായത്തിന് കളമൊരുങ്ങിയത്. CPIയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ CPM കീഴടങ്ങുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ട ഇടതുമുന്നണിയിലെ തർക്കമാണ് ഒടുവിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. പദ്ധതി തൽക്കാലം മരവിപ്പിച്ചു നിർത്താനാണ് സർക്കാരിന്റെ ആലോചന. ഈ വിവരം CPIയെ അറിയിച്ചു. അതോടുകൂടി CPIയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. CPI മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി വന്നിരിക്കുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, അതിനിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ CPIക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിരുത്തൽ ശക്തി എന്നുള്ളതാണ്, തിരുത്തൽ ശക്തിയായി നിലകൊള്ളും എന്നുള്ളതാണ് CPI എല്ലാ കാലത്തും കഴിഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം അധികാരത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും പറഞ്ഞിരിക്കുന്നത്. അതവർക്ക് സാധ്യമായിരിക്കുന്നു. അതെ മാധവ്, ആ രീതിയിൽ CPIയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. കാരണം മുന്നണിക്കുള്ളിൽ ഒരു തിരുത്തൽ ശക്തിയായി തങ്ങളുണ്ട് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ CPI നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണി സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി അത് മറികടക്കാനായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാതൃഭൂമിയുടെ സീനിയർ റിപ്പോർട്ടറും അതോടൊപ്പം തന്നെ ഇടത് വാർത്തകൾ കൈകാര്യം ചെയ്ത് ബിജു പരവത്തും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് താൽക്കാലികമായ ഒരു പരിഹാരമാണോ അതോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ പ്രതിസന്ധി അത് മറികടക്കുന്നതാണോ അതോ പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുമോ? അല്ല, ഇതിൽ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് സ്ഥിതികൾ വിലയിരുത്തുക, അതിനനുസരിച്ച് തീരുമാനമെടുത്തു പോവുക എന്നുള്ളതാണല്ലോ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ CPI ഇപ്പോൾ സ്വീകരിച്ച നടപടി അല്ലെങ്കിൽ ഈ കാര്യത്തിലുണ്ടായ ഒരു തീർപ്പ് ഒരു CPIയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ ഇത്തരം ഒരു പ്രകോപനപരമായ ഒരു ഘട്ടത്തിൽ CPI എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതൊരു പക്ഷേ വലിയ ബ്ലണ്ടറായേനെ. പക്ഷെ കരുതലോടെയുള്ള കൂടിയാലോചനയോടെയുള്ള സമയം നൽകിയുള്ള CPIയുടെ തീരുമാനമാണ് സർക്കാരിനെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും CPM-നെയും ഇത്തരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇനി ഏത് തരത്തിൽ CPI എന്തായിരിക്കും ഇടതുമുന്നണി യോഗത്തിലടക്കം ഇനി ഈ കാര്യം പറയണമല്ലോ, എന്തായിരിക്കും പ്രധാനമായിട്ടും ആവശ്യപ്പെടുക? ഏത് തരത്തിൽ ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? MOU അതിൽ നിന്ന് പിന്മാറാൻ ഒന്നും സാധ്യമല്ല. നിയമപരമായി അതിൻ്റെ കുറേ വശങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ CPI ഇനി പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇടതുമുന്നണി യോഗത്തിലടക്കം? അല്ല, അതൊരു ഭരണപരമായ സാങ്കേതികത്വമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ MOU റദ്ദാക്കുമോ? കേന്ദ്ര സർക്കാരിനാണ് ഈ രേഖാപരമായി പൂർണ്ണമായ അധികാരമുള്ളത്. അത് റദ്ദാക്കുമോ അല്ലെങ്കിൽ ഇതിന് പക്ഷേ ഈ പൊളിറ്റിക്കൽ പ്രോബ്ലമാണ് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറാണ് ഈ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ LDF-നെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടം കഴിഞ്ഞു, അത് മറികടക്കാൻ പറ്റി. ബാക്കിയുള്ളതൊക്കെ ഒരു ഭരണപരമായ കാര്യങ്ങളിലൂടെ മറികടക്കാവുന്നതേ ഉള്ളൂ. ഇത് ഫ്രീസ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ കത്തയച്ചാൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കപ്പെടുവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ കണക്കാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം കൂടി അറിയിക്കേണ്ടതുണ്ട്. CPIയുടെ നേതാക്കൾ നേതൃത്വം ഇപ്പോൾ AK സെൻറ്ററിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.